പാലക്കാട് സൗഹൃദം ദേശീയവേദിയുടെ ആഭിമുഖ്യത്തിൽ സുൽത്താൻപേട്ട പബ്ലിക് ലൈബ്രറിയിൽ യുദ്ധവിരുദ്ധ സംഗമവും ദണ്ഡിയാത്ര അനുസ്മരണവും സംഘടിപ്പിച്ചു. ജില്ലയിലെ കലാസാഹിത്യകാരന്മാരാണ് യുദ്ധത്തിനെതിരായും സമാധാനത്തിനു വേണ്ടിയുമുള്ള വക്താക്കളായത്. ഇസ്രയേലിന്റെയും യുഎസിന്റെയും നടപടികളെ തുടർന്നാണ് പശ്ചിമേഷ്യയിൽ രൂക്ഷമായ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത്. അനേകം ജീവനുകൾ നഷ്ടപ്പെടുത്തുകയും കുടുംബങ്ങളെ തകർക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ച് ദാരിദ്ര്യവും പട്ടിണിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന യുദ്ധത്തിനെതിരെയുള്ള മാനവിക ഐക്യം ഉയർന്നുവരണം. യുദ്ധം മാനവരാശിക്കും സമസ്ത ജീവജാലങ്ങൾക്കും ഭീഷണിയായി തീർന്നിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ യുദ്ധം ഉടൻ നിർത്തണമെന്നും കലാസാഹിത്യ പ്രവർത്തകർ ആവശ്യപ്പെട്ടു. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ അഹിംസാത്മകമായ നിയമലംഘന സമരത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരുന്നുവെന്നും ജാതി മതഭേദമന്യേ ജനങ്ങളെ ഒന്നിപ്പിച്ച ദേശീയ ഐക്യം ഊട്ടിയുറപ്പിച്ച സമരമായിരുന്നു ഉപ്പു സത്യാഗ്രഹമെന്നും കൂട്ടായ്മ അഭിപ്രായപ്പെട്ടു. PV സഹദേവൻ രചിച്ച മാതൃരോദനം എന്ന നാടകത്തിന്റെ കവർ പ്രകാശനവും നടന്നു. ഗാന്ധിയനും കലാസാഹിത്യകാരനുമായ ഗുരുജി ഗുരുവായൂരപ്പൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിൽ എല്ലായിടത്തിലുമുള്ള ആൾക്കാർ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്, നമ്മുടെ ആൾക്കാരാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി നാം ശ്രമിക്കണം, അത് കാണണം. ഇത് വേണ്ട എന്ന് പറയുന്ന ഈ സംഭവം, ഈ പ്രഖ്യാപനം, ഇങ്ങനെയുള്ള സദസ്സ് എന്തുകൊണ്ടും അഭിനന്ദനീയമാണ്. ഈ സദസ്സ് സംഘടിപ്പിച്ച ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധി ഉപ്പു സത്യാഗ്രഹം അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ഡൽഹി കടൽപ്പുറം വരെ നടന്ന് ഏകദേശം 240ഓളം ആൾക്കാർ 2 ആഴ്ചയോളം നടന്ന് എല്ലാ ത്യാഗങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ചു ഡൽഹി കടൽപ്പുറത്തിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതായിട്ടുള്ള നിയമത്തെ വലിച്ചെറിഞ്ഞു, അതല്ലെങ്കിൽ അത് നശിക്കി എറിഞ്ഞു എന്ന് വേണം പറയാം. അത്തരത്തിലൊരു അന്തരീക്ഷമാണ് ഉണ്ടാക്കുന്നതിന് ഇടയാക്കി തീർത്ത ആ സംഭവം ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കരിനിയമമാണ്. ആ കരിനിയമം ഉപ്പ് ഇന്ത്യക്കാരൻ എടുത്താൽ പിഴ കൊടുക്കണം, അവനെ അറസ്റ്റ് ചെയ്യും. സൗഹൃദം ദേശീയവേദി ജില്ലാ പ്രസിഡന്റ് PV സഹദേവൻ അധ്യക്ഷത വഹിച്ചു. നാടക കലാകാരന്മാരായ സുനിൽ കല്ലേപ്പുള്ളി, ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് നാടക പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചെയ്തു. കലാകായിക താരമായ ഡോക്ടർ PC ഏലിയാമ്മ മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൾ ബാദുഷ, ഖാദർ മൊയ്തീൻ, സുന്ദരൻ മുല്ലയ്ക്കൽ, മോഹൻരാജ്, റോബർട്ട് ജോസ്, TN ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. യുദ്ധവും സമാധാനവും പ്രമേയമാക്കിയുള്ള മാസങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച മുറിവുകൾ എന്ന നാടകത്തിന്റെ അവലോകനവും നടന്നു. UTV ന്യൂസ്, പാലക്കാട്.